Indian Writing in English, Block 3, Unit 1, The Harp of India, by Henry Derozio. ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പോയറ്റായിട്ട് അറിയപ്പെടുന്നയാളാണ്. 1809 1831 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. തൻ്റെ കവിതാരചന ആരംഭിക്കുന്നത് 14-ാമത്തെ വയസ്സിലാണ്. 17-ാമത്തെ വയസ്സിൽ ഹിന്ദു കോളേജ്, കൊൽക്കത്ത, അവിടെ അധ്യാപകനായി നിയമിതനായി. തൻ്റെ ജീവിതം മുഴുവനും സത്യത്തിനും അറിവിനും വേണ്ടിയുള്ള ധൈര്യമായ അന്വേഷണമായിരുന്നു. ഡെറോസിയോ തൻ്റെ കവിതകളിൽ ദേശീയമായ ചിന്തകളാണ് അയവിറക്കുന്നത്. ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വീണ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഈ പോയം, അത് ശരിക്ക് ഒരു പെട്രാച്ചൻ സോണറ്റാണ്. പെട്രാച്ചൻ സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസുകളുള്ള അയാംബിക് പെൻഡാമീറ്ററിൽ എഴുതപ്പെട്ട, അതുപോലെ പ്രത്യേകമായ റൈം സ്കീമുകളുമുള്ള പോയമാണ്. മാത്രമല്ല, പെട്രാച്ചൻ സോണറ്റിൻ്റെ പ്രത്യേകത അതിന് 2 ഭാഗങ്ങളായിട്ടാണ് എഴുതപ്പെടുക. ഒന്നാമത്തെ ഭാഗം ഒക്ടൈവ് എന്നും രണ്ടാമത്തെ ഭാഗം സെസ്റ്ററ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. ദ ഹാർപ്പ് ഓഫ് ഇന്ത്യയിൽ ഒക്ടൈവ് എന്ന് പറയുന്ന ആദ്യ ഭാഗം ഇന്ത്യൻ കലയുടെ വളരെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം സെസ്റ്ററ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിൽ ഭാവി, ഇന്ത്യയുടെ ശുഭകരമായ സന്തോഷകരമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ദ ഹാർപ്പ്, വീണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ കവികളെയുമാണ്. അവർക്ക് അവരുടെ വിദേശ, പ്രത്യേകിച്ച് കൊളോണിയൽ ഭരണം കാരണമായിട്ട് അവർക്ക് അവരുടേതായ പ്രതാപം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അവരുടെ കവിതകൾക്ക് പ്രസക്തിയില്ലാതായി, അവരുടെ രചനകൾക്ക് ആരും ചെവി കൊടുക്കാതായി. അങ്ങനെയുള്ള സർവ്വ പ്രതാപങ്ങളും നഷ്ടപ്പെട്ട, പ്രാധാന്യവും നഷ്ടപ്പെട്ട കവികളെയാണ് സത്യത്തിൽ അദ്ദേഹം ദ ഹാർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലക്കും സാഹിത്യത്തിനുമൊക്കെ അതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ മധുരമൂറുന്ന പ്രതാപപൂർണമായ മ്യൂസിക്, സംഗീതം ഇന്നെവിടെയും, ഇന്ത്യയിലെവിടെയും കേൾക്കാനില്ല എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം കവികൾക്ക് അല്ലെങ്കിൽ കവിതകൾക്ക് പ്രചോദനം നൽകാൻ സഹായകമായ ഒന്നും തന്നെ എവിടെയും കാണുന്നില്ല. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ മധുരമൂർന്ന സംഗീതം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനവും എവിടെയും ഇല്ല എന്നാണ് കവി ബ്രീസ് എന്ന, മന്ദമാരുതൻ എന്ന അർത്ഥത്തിലുള്ള പദത്തിൻ്റെ നെടുവീർപ്പുകൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സൈലൻസ് എന്ന വേർഡും അദ്ദേഹം ഒരു മെറ്റഫറായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സൈലൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പോയട്രിയുടെ മരണമാണ്. കവിത എന്ന് പറയുന്ന വിഭാഗം തന്നെ മരിച്ചുപോയി എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് നിശബ്ദത എന്ന അർത്ഥത്തിലുള്ള സൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ കലാപരമായ, സാഹിത്യപരമായ സർവ സൗന്ദര്യവും ക്രിയാത്മകതയും നഷ്ടപ്പെട്ടു പോയ കവികൾ, അവര് തകർന്നടിഞ്ഞു പോയ സ്മാരകങ്ങൾ പോലെയായിരിക്കുന്നു എന്നാണ് കവി ഉപമിക്കുന്നത്. ദ കോൾഡ് ഹാൻഡ്, തണുത്തുറഞ്ഞ കരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഡ് പോയറ്റിൻ്റെ കരങ്ങളെയാണ്. മരണപ്പെട്ടു പോയ ഉന്നതരായ കവികളുടെ കരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ ചിതറിയിരിക്കുന്ന പുഷ്പങ്ങളിലൂടെ, അതിൻ്റെ സുഗന്ധങ്ങളിലൂടെ അവരിന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ആ പുഷ്പങ്ങൾ സൂചിപ്പിക്കുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്, ക്രിയാത്മകതയാണ്. കവിത രചിക്കാനും സാഹിത്യങ്ങൾ പുഷ്കലമാക്കാനുമുള്ള കവികളുടെ കഴിവിനെയാണ് ഫ്ലവേഴ്സ് കൊണ്ട് കവി സൂചിപ്പിക്കുന്നത്. അവസാന വരികളിൽ കവി പറയുന്നത്, കവികൾക്ക് തൻ്റെ ഈ പോയട്രിയിലൂടെ കവികൾക്ക് അവരുടെ കലയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുള്ള അതിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉന്നതമായ സംസ്കാരം തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് തൻ്റെ ഈ രചനയിലൂടെ അദ്ദേഹം നടത്തുന്നത് എന്ന് കവി പറയുന്നു. ചുരുക്കത്തിൽ, കൊളോണിയൽ ഭരണത്തിൻ്റെ വളരെ ക്രൂരമായ, ഭയാനകമായ സ്വാധീനമാണ് കവി വരച്ചു കാണിക്കുന്നത്. അതുപോലെ തന്നെ സമ്പന്നമായ ഇന്ത്യയുടെ കലാപ്രതാപം, സാഹിത്യ പ്രതാപത്തിൻ്റെ തകർച്ചയെയും അദ്ദേഹം വരച്ചിടും.
ഹാർപ്പ് ആൻഡ് ഫ്ലവേഴ്സ് തുടങ്ങിയ ഇമേജുകളിലൂടെ അദ്ദേഹം ഇന്ത്യക്ക് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു അതിസമ്പന്നമായ കൂടുതൽ മനോഹരമായ ഒരു സംസ്കാരം ഇന്ത്യക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കലാമേഖലയിലും സാഹിത്യ മേഖലയിലും ഇനിയും ഉന്നതങ്ങളിലേക്ക് വരാനും അതിൻ്റെ പ്രതാപങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം അടുത്ത വരികളിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കലയും സാഹിത്യവും സംസ്കാരവുമൊക്കെ എല്ലാ കാലത്തും നിലകൊള്ളും എന്നും അദ്ദേഹം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പോയം അവസാനിപ്പിക്കുന്നത്. അടുത്തതായി പോയറ്റിക് ഡിവൈസസ് ഇൻ ദ പോയം. ഈ കവിതയിൽ കവി പ്രയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം ഒരു 3ഓളം ഡിവൈസുകളാണ് അദ്ദേഹം ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സിമിലി എന്ന് പറയുന്നത് വ്യത്യസ്തമായ രണ്ട് സംഗതികളെ പരസ്പരം കമ്പയർ ചെയ്യുന്നതിനെയാണ്. അതായത് ലൈക്ക് അല്ലെങ്കിൽ ആസ് തുടങ്ങിയ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കവി ഉപയോഗിച്ചിരിക്കുന്നത് നെഗ്ലക്റ്റഡ്, മ്യൂട്ട് ആൻഡ് ഡിസലൈറ്റ് ആർട്ട്. അവഗണിക്കപ്പെട്ട നിശബ്ദമായ കല എന്ന് കവി പറയുന്നുണ്ട്. അത് ലൈക്ക് റൂയിൻ മൊനുമെന്റ്സ് ഓൺ ഡിസേർട്ട് പ്ലെയിൻ. പരന്നു കിടക്കുന്ന വിജനമായി കിടക്കുന്ന മരുഭൂമിയിൽ തകർന്നടിഞ്ഞ സ്മാരകങ്ങൾ പോലെയാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അതിനെ തകർന്നടിഞ്ഞ സ്മാരകങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ് കവി. അതുപോലെ അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യ ക്വാളിറ്റിയെ, മനുഷ്യന് ഉള്ള വിശേഷണങ്ങളെ അത് മനുഷ്യേതര വസ്തുക്കൾക്ക് ചാർത്തിക്കൊടുക്കുക എന്നതാണ്. എക്സാമ്പിളായിട്ട് കവിതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, വൈ ഹാങ്സ് ദൗ ലോണലി. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏകാന്തനായി തൂങ്ങിക്കിടക്കുന്നത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഏകാന്തനായി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അതിവിടെ വീണക്ക് ഹാപ്പിന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മസ്റ്റ് ദൗ ദ റിമൈൻ ബ്രീസ് സൈ ഓവർ ദി. നിന്നിൽ മന്ദമാരുതൻ നെടുവീർപ്പിടുന്നു എന്ന് പറയും. നെടുവീർപ്പിടുക എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അതിവിടെ ബ്രീസിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൈലൻസ് ഹാസ് ബൗണ്ട് ദി വിത്ത് ഹെർ ഫെറ്റൽ ചെയിൻ. അത് നിശബ്ദത അതിൻ്റെ ചങ്ങലകൾ കൊണ്ട് നിന്നെ മുറുക്കിയിരിക്കുന്നു എന്നതിലും ശരിക്കും വരിഞ്ഞു മുറുക്കുക എന്നൊക്കെ പറയുന്നത് അതും മനുഷ്യൻ്റെ ക്വാളിറ്റിയാണല്ലോ. നിന്നെ വരിഞ്ഞു മുറുക്കിയെടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അത് സൈലൻസിന് നൽകിയിരിക്കുക. അതുപോലെ മൂന്നാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് സിനക്ടോക്കിയാണ്. സിനോഡോക്കി എന്ന് പറയുന്നത് ഒരു സാധനത്തെ മുഴുവൻ പറയുന്നതിന് പകരം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭാഗം പറയേണ്ടതിന് പകരം മുഴുവനായിട്ടും പറയുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, മെനി എ ഹാൻഡ് എന്ന് പ്രയോഗിച്ചിരിക്കുന്ന കവി. ഇവിടെ കരം എന്ന്, ഹാൻഡ് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ അവിടെ ഉദ്ദേശം പോയറ്റ് മുഴുവനാണ്. ഒരു പോയറ്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദോസ് ഹാൻഡ്സ് ആർ കോൾഡ്. അവരുടെ കരങ്ങൾ തണുത്തുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കരങ്ങൾ തണുത്തുറഞ്ഞിരിക്കുന്നു എന്ന്. ഇവിടെ തണുത്തുറഞ്ഞ കരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശം മരണപ്പെട്ടു പോയ കവികളെയാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.